നമസ്കാരം. കണ്ടോ കേട്ടോ കാര്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ തന്നെയാണ് ഈ വീഡിയോയിൽ നമ്മൾ തുടരുന്നത്. പ്രതികൂലമായ കർമ്മഫലങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നൊരു ചോദ്യം വന്നേക്കാം അല്ലേ. നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടില്ലേ, ഒരു ദിക്കിൽ നിന്ന് വരുന്ന ശബ്ദ തരംഗത്തെ എതിർദിശയിൽ നിന്നും വരുന്ന തൽസ്വഭാവിയായ മറ്റൊരു തരംഗം കൊണ്ട് മന്ദിപ്പിച്ചു കളയാൻ കഴിയുമെന്ന്. അതിൻ്റെ ബലോ നിശബ്ദതയോ സമതന്തുലിതാവസ്ഥയോ ആയിരിക്കാം അല്ലേ. അതുപോലെ തന്നെ കർമ്മദോഷത്തെ നിങ്ങളുടെ വിചാരത്തിനും മാനസികാവസ്ഥയിലും കാഴ്ചപ്പാടിലും വരുത്തുന്ന മാറ്റം കൊണ്ട് ഇല്ലായ്മ ചെയ്യാനാകും. പറയണതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ ഈ മാനസികാവസ്ഥയിലും കാഴ്ചപ്പാടിലും വരുത്തുന്ന മാറ്റം കൊണ്ട് ഇല്ലായ്മ ചെയ്യാനാകും ഈ പറയുന്ന കാര്യങ്ങൾ. ഈ നമ്മൾ നേരത്തെ ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞ പോലെ ഇതും ഒരു യാഥാർത്ഥ്യമാണ്. ദ്വേഷത്തെ സ്നേഹവും സൗമ്യതയും കൊണ്ടൊക്കെ ഇല്ലാതാക്കുന്നത് പോലെ തന്നെക്കുറിച്ച് തന്നെയും ബാഹ്യലോകത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിന് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഗണ്യമായ പങ്കുണ്ട്. കാഴ്ചപ്പാട് മാറുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയും വിധിയും മാറ്റി എഴുതാനാവും അല്ലേ. കുറേ തവണ ആദ്യം തൊട്ടിട്ടുള്ള വീഡിയോയിലേ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ കാരണത്തിനും അതിൻ്റെ ഫലവും ഓരോ പ്രവൃത്തിക്കും അതിൻ്റെ ഭവിഷ്യ ഫലവുമുണ്ട്. ഇവ തമ്മിലുള്ള ഇവ രണ്ടിനെയും കണക്ട് ചെയ്യുന്നത് നല്ലതോ ചീത്തതയോ ആയ നിങ്ങളുടെ ആഗ്രഹങ്ങൾ തന്നെയാണ്. മുമ്പ് പറഞ്ഞുല്ലോ, പ്രകൃതി നിയമങ്ങൾ മാറ്റമില്ലാത്തവയാണെന്ന്. അതിൻ്റെ അർത്ഥം അവയ്ക്കനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നതാണ്, അല്ലാതെ അതിന് എതിരായിട്ടല്ല എന്ന് കേട്ടോ. ശുദ്ധമായ നിർമ്മലമായ ആഗ്രഹത്തോടു കൂടിയ ലക്ഷ്യവും അതിന് യോജിച്ച പ്രവൃത്തിയും പ്രകൃതി നിയമത്തിന് നിലനിർത്തുന്നവയാണ്. അപ്പോൾ പിന്നെ പ്രകൃതി നിയമത്തിന് നിരക്കാത്തത് ഏതൊക്കെയാണെന്ന് നമുക്കറിയണ കാര്യങ്ങളല്ലേ. ചീത്തതും ക്രൂരവുമായ ചിന്തകൾ, അത്യാഗ്രഹം, ചീത്ത പ്രവർത്തികൾ, ഇങ്ങനെ പോകും. അങ്ങനെ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ പരസ്പരം സ്നേഹിക്കുക എന്ന കൽപ്പന അമൂർത്തമായ ഒരു മതസങ്കല്പമല്ലാതായി തീരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രവർത്തനക്ഷമം എന്ന് അദ്ദേഹം കണ്ടെത്തിയ ഒരു ശാസ്ത്രീയ സങ്കേതം തന്നെയാണത് അല്ലേ. ദുഷ്കർമ്മത്തെ ഇല്ലാണ്ടാക്കാനുള്ള ഒരു കുറുക്ക് വഴിയായി അത് നമ്മിലേക്ക് പകർന്നു കിട്ടി എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ ദൗർഭാഗ്യത്തെ സൗഭാഗ്യമാക്കി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്വന്തം വിധിയെ മാറ്റിമറിക്കുന്നതിൽ നിർണായകമായൊരു പങ്ക് വഹിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തീരുമാനം നിങ്ങളുടെയാണ് കേട്ടോ. നിങ്ങളുടെ കൈകളിലാണ് അതിൻ്റെ കടിഞ്ഞാണെന്നെ. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത്, ഞാൻ ആരെങ്കിലും കുറിച്ച് തെറ്റായി ചിന്തിക്കുകയോ ആർക്കെങ്കിലും ദ്രോഹം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യില്ലെന്ന് സ്വയം ഒരു തീരുമാനം എടുക്കുകയാണ്. ഇതൊട്ടും എളുപ്പമുള്ള കാര്യമല്ല. ഇത് പറയാനും കേൾക്കാനും വായിക്കാനും ഒക്കെ വളരെ രസമുണ്ട്. അങ്ങനെ നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്മളൊക്കെ ഇത് പലപ്പോഴായിട്ട് നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇത് പ്രാവർത്തികമാക്കാൻ വലിയ ബുദ്ധിമുട്ടുമാണ്. നമ്മളുടെയൊക്കെ നാവിൽ അറിഞ്ഞോ അറിയാതെയോ കയറി വന്നിറങ്ങി പോകുന്ന ചില വാക്കുകൾ, അതും മറ്റുള്ളവർക്ക് വേദന നൽകും വിധം പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കാൾ ഭീകരമാണ് സ്വന്തം ദൗർഭാഗ്യത്തെ സ്വീകരിക്കാൻ ഇട കൊടുക്കുക എന്നത്. ഇതിൽ നിന്ന് ബോധപൂർവം മാറി ചിന്തിച്ചാൽ മാത്രമേ സൗഭാഗ്യത്തെ പിടിച്ചു നിർത്താനേ പറ്റുള്ളൂ. മറ്റുള്ളവരെ കുറിച്ച് നല്ലത് ചിന്തിക്കുവാനും പറയുവാനും തുടങ്ങുമ്പോൾ അന്യരെ കുറ്റം പറയാതെ അവരുടെ സ്വഭാവത്തെപ്പറ്റിയോ അവരുടെ പ്രകൃതത്തെപ്പറ്റിയോ അവർ ചെയ്ത പ്രവർത്തികളെ പറ്റിയൊക്കെ എന്തെങ്കിലും ഒക്കെ ഒരു സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ട് അതിലൊരു കുറ്റം കണ്ടുപിടിച്ചിട്ട് അത് പറഞ്ഞ് അതിൽ ആനന്ദം കണ്ടെത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാം കൂടിയിട്ടുള്ളതാണല്ലോ നമ്മുടെ ഈ ലോകം. നല്ലതും ചീത്തയുണ്ട്. നമ്മൾ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ രാത്രി പകല് സുഖം ദുഃഖം എന്നൊക്കെ പറയണ പോലെ തന്നെ നല്ലതും ചീത്തയുണ്ട്.
അപ്പം നമ്മൾക്ക് നമ്മളുടെ സൗഭാഗ്യത്തിനെയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നല്ലതിനെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നല്ലത് പറയാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ തന്നെ ശ്രമം വന്നോളും, അല്ലെങ്കിൽ ശ്രമിക്കുമ്പോൾ തന്നെ ശ്രദ്ധ വന്നോളും. കുറേ പേർക്ക് അങ്ങനെയുണ്ട്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അതിനൊക്കെ ഞാനടക്കം എല്ലാവരും അതിനൊക്കെ ഭാഗമായിട്ടുണ്ടാവും. മറ്റുള്ളവരുടെ ക്രൂരമായിട്ടുള്ള വിമർശനത്തിനും കുറ്റം പറച്ചിലിനും അവഗണനകൾക്കും പരിഹാസങ്ങൾക്കൊക്കെ കഥാപാത്രമാകേണ്ടി നിന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വേദനകളും പിന്നെ പ്രതിസന്ധികളും തരണം ചെയ്തിട്ട് അവർ മുന്നോട്ടുള്ള ഓട്ടത്തിൽ ഇങ്ങനെയുള്ള കുറച്ച് ടൂൾസും കൂടെ കയ്യിൽ പിടിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള ഊർജവും അല്ലേ, അവരുടെ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകാൻ ഇതൊക്കെ സഹായമാകും. ആരെയും നമുക്ക് തിരുത്താനൊന്നും പറ്റില്ല, നമുക്ക് ഒരാളെ പറഞ്ഞിട്ട് തിരുത്താനൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ എന്താവുക, നമ്മളത് പ്രാവർത്തികമാക്കുക. ഞാൻ നല്ലതായിട്ട് ചിന്തിക്കണു, ഞാൻ നല്ലതായിട്ട് പ്രവർത്തിക്കണു, നല്ലത് കാണുന്നു, നല്ലത് കേൾക്കണു, നല്ലത് പറയണു. ഇത് നമ്മൾ തീരുമാനിച്ചാൽ മതി. നമ്മൾ നന്നാവുക. അന്യരുടെ നല്ല വശങ്ങൾ കാണുകയും ചീത്ത വശങ്ങളെ കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ സൗഭാഗ്യത്തിൻ്റെ വഴി തെളിയുവാൻ തുടങ്ങുന്നു. അതാണ് നമ്മൾക്ക് ആവശ്യം. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അതിന് വേണ്ട ടൂൾസാണ് നമ്മൾ അന്വേഷിക്കുക. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ എന്തുകൊണ്ട് സൗഭാഗ്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളൊരു ചോദ്യം നമ്മൾ നമ്മോട് തന്നെ ചോദിക്കാറുമുണ്ട്. അപ്പോൾ നമ്മളൊരു ആത്മപരിശോധന നടത്തുകയാണ് അല്ലേ. അതിനുള്ള കുറേ ടൂൾസൊക്കെയാണ് നമ്മൾ ഈ വീഡിയോകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവും, എനിക്ക് ഉറപ്പുണ്ട്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം. ഇത്രയും നേരം എന്നെ കണ്ടും കേട്ടും ഇരുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷമൊക്കെ അറിയിക്കുകയാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ. താങ്ക് യു.